Raksha's World. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റീഡിംഗ് ബുക്ക് എസെൻഷ്യൽസ് എന്നാണ്. അതായത് പലരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയുമായിരിക്കും. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയുമായിരിക്കും. പക്ഷേ ഡോണ്ട് സ്കിപ്പ് ആൻഡ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ കാണേണ്ടതാണ്. അപ്പോൾ ഞാനപ്പോൾ ഒരുവിടത്തെ സ്ഥലം കാണിച്ചു തരട്ടെ. 1 2 3 കണ്ടോ ഗൈസ്, ഈ ഞങ്ങളുടെ ലൈബ്രറിയാണ്. ഇത് എൻ്റെ ചേട്ടൻ്റെ വീടാണ്, കാസിൻ ചേട്ടൻ്റെ വീടാണ്. അപ്പം കണ്ടോ, ലൈബ്രറിയാണ്, നിറയെ ബുക്സ് ഉണ്ട്. അപ്പം ഞാനിത് അപ്പം എങ്ങനെയാണിത് വായത്, നിങ്ങളെ ബുക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതിനുമ്പോൾ ഞാനിത് ഇവിടെ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് വെക്കട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റീഡിംഗ് ബുക്ക് എസെൻഷ്യൽസ് കണ്ടോ, നോക്ക്, റീഡിംഗ് ബുക്ക് എസെൻഷ്യൽസ്. ഫസ്റ്റ് നിങ്ങളപ്പോൾ ഒരു ബുക്ക് വായിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടണം. നിങ്ങൾ ബുക്ക് വായിക്കാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണം. ബുക്ക് നിങ്ങൾ വായിക്കണമെന്നുള്ള കൂട്ടത്തിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കുഞ്ഞു കുഞ്ഞു ബുക്ക് എടുക്കാം. ലൈക്ക് ഇത് കണക്കത്തെ കുഞ്ഞു ബുക്ക് എടുക്കുക. ഇത് സൈസാട്ടോ ആദ്യം പറഞ്ഞ്, ഇത് സൈസാണ് നമുക്ക് വേണ്ടത്. ആദ്യം ഇത്ര സൈസ് മതി. കണ്ടോ, നമ്മുടെ ഈ ചെറിയ വേണ്ട സൈസ് മതി. അത്ര സൈസിലുള്ളത് എടുത്താൽ മതി. എന്നിട്ട് കഥ നമുക്ക് ഇങ്ങനെ ആദ്യം കഥ ഇമാജിൻ ചെയ്ത് തന്നെ കഥയിലുള്ളതായിരിക്കണം. ഇമാജിൻ ചെയ്ത് തന്നെ കഥയിൽ ഉൾപ്പെടുന്നതായിരിക്കണം. നോക്കും, ഇപ്പം ഞാൻ ആദ്യം തന്നെ ഇത്ര സൈസുള്ള ബുക്കാണ് എടുത്തിരിക്കുന്നത്. ഭൂമിയുടെ മകൻ എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. ഈ ബുക്കിൻ്റെ പേര് അപ്പം ഇതിനകത്ത് നമുക്ക് കഥയായിട്ടുള്ളതാണ് ഉള്ളത്. കണ്ടോ, പിക്ചറൊക്കെ എടുത്ത് വിഷ്വലുള്ള പൂക്കളുടെ ചങ്ങാതി, അങ്ങനെ ആ ബുക്ക് നമ്മൾ വായിക്കണം. വായിച്ചിട്ട് ആ ബുക്ക് നമ്മൾ വായിച്ച് തീർക്കുമ്പം ഒരു പേന എടുക്കുക. ഒരു പേന എടുക്കുക. ഫസ്റ്റ് ബുക്കിൻ്റെ പേരെഴുതുക. അതിന് മുമ്പ് 4ാം ക്ലാസ്സിലെ വരെയാണ് നമ്മുടെ ബുക്ക് വായിച്ചിരുന്നത്. ആ ബുക്ക് വായിച്ചതിൻ്റെ പേരെഴുതുക. അങ്ങനെ അവസാനം തപ്പി ഒരു സ്കെച്ച് വന്നിട്ടിരിക്കുകയാണ്. 4ാം ക്ലാസ്സിലെ വരണം ഇംഗ്ലീഷ് എഴുതാണ്. എന്നിട്ട് എഴുതിയുള്ള പേര് MR വേണുകുമാറോ രേണുകുമാറോ അങ്ങനെ ഞങ്ങളുടെ പേരാണ്. ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് പോയിട്ട് ലൈബ്രറിയിൽ പോയിട്ടാണ് ഞാൻ വായിച്ചിട്ട് അവിടെ കൊടുത്തിരുന്നത്. സ്കൂൾ ലൈബ്രറിയിലാണ് വായിച്ചു കൊടുത്തിരുന്നത്. ഇതും സ്കൂൾ ലൈബ്രറിയിൽ നിന്നാണ്. പക്ഷേ ഇത് നമ്മൾ വായിച്ചാണ്, പക്ഷേ ഇത് നമ്മൾ കൊടുക്കത്തില്ല. ഇത് നമ്മൾ സ്കൂൾ ലൈബ്രറി നല്ല വായിച്ചത്, അല്ലാതെ വേറെ നമ്മൾ ഇവിടുത്തെ പാള് ലൈബ്രറി ആയിട്ട് അവിടെ നിന്ന് വായിച്ചാണ്. 4ാം ക്ലാസ്സിലെ വരണം. ഞാൻ പേരെഴുതി, എന്നിട്ട് എഴുതിയ ഇയർ ഇതെല്ലാം എഴുതണം. നമ്മളപ്പോൾ അത് ഈ ബുക്കാണ് എടുക്കാൻ പോണത്. വായിച്ച് തീർത്ത ബുക്ക് വേണം നമ്മൾ എഴുതാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം വായിച്ച് ചെയ്യാറായി. അതിന് മുമ്പ് ഞാൻ വേറൊരു ബുക്ക് വായിച്ചിരുന്നു, ഡോഗ്മാൻ ഈസ് വെരി ഫേമസ് ബുക്ക്. സോ ഡോഗ്മാൻ്റെ അതിന് മുമ്പ് ഞാൻ എഴുതിയത് കാണിച്ചു തരാം. കണ്ടോ,
ബുക്കിൻ്റെ പേര്, ആളിൻ്റെ പേര്, എഴുതിയ ആളുടെ പേര്, ഇയർ, എഴുതിയ ഇയർ. ഇനി നമുക്ക് ഡോഗ്മാൻ, ഞാൻ വായിച്ച ഡോഗ്മാൻ 1 വായിച്ചു. എഴുതിയത് ഡേവ് പിൽക്കിയാണ്. എഴുതിയത് ഇയർ നമുക്ക് പിന്നെ എഴുതാം. അപ്പം നമ്മളിപ്പോൾ ആദ്യം ഒരു കഥ വായിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ അതായത് ഞാൻ റീഡിങ് ഭൂമിയുടെ മകനാണ് ഞാൻ വായിക്കുന്നുണ്ടെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണേ. നമ്മളിപ്പോൾ ആദ്യം ആ ബുക്ക് വായിക്കുമ്പോൾ പതുക്കെ ചെറിയ ചെറിയ ബുക്കുകൾ ആദ്യം വായിക്കുക. ചെറിയ ബുക്ക് വായിച്ചിട്ട് ഈ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കഥകളൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലോ. ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കഥകളൊക്കെ വേണം നമ്മൾ വായിക്കാനായിട്ട്. അതായത് പൂക്കളുടെ ചങ്ങാതി, ചുറ്റുപാടുകളിലേക്ക് തുറന്നു വെച്ച കണ്ണായിരുന്നു കണ്ണൻ്റേത്. എല്ലാം അവന് കാണണം, എല്ലാം കേൾക്കണം. ഓരോ ചെടിയുടെയും പേരവനറിയാം. ഏതൊക്കെയാണ് പൂ പിരിയുന്നത് വ്യക്തമായി അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചിത്രശലഭങ്ങൾ തേൻ കുടിക്കാൻ വരുമ്പോൾ അവയൊന്നും കാണാതെ അവൻ നോക്കി നിൽക്കും. ഇതൊക്കെ ഒരു ഇമാജിനേഷൻ ഒരു കഥകളാണ്. അങ്ങനെയുള്ള കഥകൾ നമ്മൾ ആദ്യം വായിച്ച് വേണം. ഈ ആൽക്കമിസ്റ്റ്, പിന്നെ ഇവിടെ ഈ ഒരു ബുക്ക് കാണിച്ചാവേ. നോക്കൂ, ബഷീർ സുവർണ കൃതികൾ 1, 2. അപ്പം എന്നിട്ട്